നമസ്കാരം, എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 13-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടർമാർക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ഇപ്പോൾ ലളിതമായിട്ടുള്ള ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള voters.eci.gov.in എന്ന ലിങ്കിലൂടെ വോട്ടർമാർക്ക് നേരിട്ട് രേഖകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഹോം പേജിൽ കാണുന്ന സബ്മിറ്റ് ഡോക്യുമെന്റ് എഗെയിൻസ്റ്റ് നോട്ടീസ് ഇഷ്യൂഡ് എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. തുടർന്ന് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പറോ നൽകിയാൽ മൊബൈലിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ഈ OTP ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായ രേഖകൾ ഡിജിറ്റലായിട്ട് സമർപ്പിക്കാം. നിങ്ങൾ സമർപ്പിക്കുന്ന രേഖകൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ വിശദമായിട്ട് പരിശോധിക്കുകയും മതിയായിട്ടുള്ള രേഖകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നേരിട്ടുള്ള ഹിയറിംഗ് ഒഴിവാക്കി നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. ഈ രേഖകളിൽ വ്യക്തത കുറവുണ്ടെങ്കിൽ മാത്രമേ വോട്ടറെ നേരിട്ട് ഹിയറിംഗിന് വിളിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഓഫീസർ തീരുമാനമെടുക്കുകയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നിയുക്തി മെഗാ തൊഴിൽ മേള 2025-26 പാപ്പനംകോട് ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ജനുവരി 31 നടക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ തൊഴിൽദായകരെയും അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിക്കുന്ന തൊഴിൽ മേളയിൽ IT, ഹോസ്പിറ്റാലിറ്റി, ഓട്ടോമൊബൈൽ, പാരാമെഡിക്കൽ, മാനേജ്മെന്റ്, ടെക്നിക്കൽ, മാർക്കറ്റിംഗ് മേഖലകളിലെ തൊഴിൽദായകർ പങ്കെടുക്കും. SSLC, +2, ബിരുദം, ITI, ഡിപ്ലോമ, BTech, നഴ്സിംഗ്, പാരാമെഡിക്കൽ, ട്രാവൽ ആൻഡ് ടൂറിസം യോഗ്യതയുള്ളവർക്കായിട്ട് നിരവധി ഒഴിവുകളുണ്ട്. www.privatejobs.employment.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തൊഴിൽദായകർക്കും ഉദ്യോഗാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ATM സേവനങ്ങൾക്കുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചു. ഡിസംബർ 31 പ്രാബല്യത്തിൽ വന്ന രീതിയിലാണ് നിരക്കുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. പുതിയ മാറ്റം അനുസരിച്ച് SBI ഇതര ATM ഉപയോഗത്തിനുള്ള ചാർജ് 23 രൂപയും GSTയുമാണ്. സൗജന്യ ATM ഉപയോഗം കഴിഞ്ഞ ശേഷമുള്ള നിരക്കാണിത്. ബാലൻസ് നോക്കുക, അതോടൊപ്പം തന്നെ മിനി സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ സേവനങ്ങളുടെ ചാർജും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10 രൂപയും GSTയുമായിരുന്നത് 11 രൂപയും GSTയുമാക്കിയിട്ടുണ്ട്. ഇന്റർചാർജ് നിരക്കുകളിലെ വർധന കാരണമാണ് ചാർജ് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായതെന്ന് SBI വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ മാറ്റങ്ങൾ കൂടുതലായി ബാധിക്കുക സേവിങ്സ് സാലറി അക്കൗണ്ട് ഉടമകളെയാകും. സാലറി അക്കൗണ്ട് ഉടമകൾക്ക് മുൻപ് അൺലിമിറ്റഡ് ആയിട്ട് ATM സേവനങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. ഇനി മുതൽ സൗജന്യ സേവനങ്ങളുടെ എണ്ണം 10 ആയിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 2026 കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി നിരക്കുകളിൽ വലിയ തോതിലുള്ള ഇളവുകൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് സൂചന. കഴിഞ്ഞ ബജറ്റുകളിൽ പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതിനാൽ തന്നെ ഇത്തവണ സ്ലാബുകളിൽ മാറ്റം വരുത്തുന്നതിന് പകരം നികുതി ഘടനയുടെ ലളിതവൽക്കരണത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. നിലവിലുള്ള സങ്കീർണമായ നികുതി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിലൂടെ സാധാരണക്കാരായ നികുതിദായകർക്ക് നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനാണ് കേന്ദ്ര ധനമന്ത്രാലയം ലക്ഷ്യമിടുന്നത്. നികുതി നിയമങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് IT റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലെ സങ്കീർണതകൾ കുറയ്ക്കാനും പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ തന്നെ കൂടുതൽ സുതാര്യമാക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. നികുതി നോട്ടീസുകൾ അയക്കുന്നതിലും അസസ്മെൻറ്റ് നടപടികളിലും കൂടുതൽ കൃത്യത കൊണ്ടുവരുന്നതിലൂടെ നികുതിദായകരും വകുപ്പും തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. കോർപ്പറേറ്റ് മേഖലയിലും വ്യക്തിഗത ആദായ നികുതിയിലും വലിയ മാറ്റങ്ങളില്ലെങ്കിലും നികുതി വെട്ടിപ്പ് തടയാനും അതോടൊപ്പം തന്നെ കൃത്യമായ നികുതി പിരിവ് ഉറപ്പാക്കാനുമുള്ള ആധുനിക സംവിധാനങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന ഈ ബജറ്റിൽ പുതിയ ആദായ നികുതി നിയമം സംബന്ധിച്ച നിർണായക വിവരങ്ങളും ഉണ്ടായേക്കാം. നികുതി റിബേറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനോ പഴയ നികുതി വ്യവസ്ഥയിലെ ഇളവുകൾ പുനഃക്രമീകരിക്കുന്നതിനോ പകരം ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ നികുതി സമർപ്പണം ലളിതമാക്കുന്നതിനാണ് പ്രാധാന്യം. ലളിതമായ ഭാഷയും കുറഞ്ഞ നികുതി നിയമങ്ങളും ഉൾപ്പെടുത്തി നികുതിദായകരുടെ ഭാരം കുറയ്ക്കുക എന്ന നയമാണ് വരാനിരിക്കുന്ന ബജറ്റിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കാനായിട്ട് സാധ്യതയുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി വർഷം തോറും 2000 രൂപ വീതം കൈപ്പറ്റുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്ന മറ്റൊരു പ്രധാന പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി അഥവാ SMAM. ഈ പദ്ധതി പ്രകാരം കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായിട്ട് കർഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 2025 ഡിസംബർ മാസം 31 പോർട്ടൽ ഓപ്പൺ ആയതാണ്. അതുകൊണ്ട് ഈ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷകൾ നൽകി തുടങ്ങാവുന്നതാണ്. മാത്രമല്ല കർഷകർക്ക് തങ്ങൾക്ക് ആവശ്യമുള്ള കാർഷിക ഉപകരണങ്ങൾ ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ തിരഞ്ഞെടുത്തുകൊണ്ട് വാങ്ങാനും സാധിക്കും. ഇതിനായി കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ സബ്സിഡി ആനുകൂല്യം നിങ്ങൾക്ക് ലഭ്യമാണ്. വ്യക്തിഗത അപേക്ഷകൾക്ക് ഉപകരണങ്ങളുടെ വിലയിൽ 40% മുതൽ 50% വരെ സബ്സിഡി ലഭിക്കുമ്പോൾ കാർഷിക സഹകരണ സംഘങ്ങൾ പോലുള്ള ഗ്രൂപ്പുകളായിട്ടൊക്കെ അപേക്ഷിക്കുകയാണെങ്കിൽ 80% വരെ, അതായത് പരമാവധി 8 ലക്ഷം രൂപയോളം സബ്സിഡി ലഭിക്കുന്ന സ്കീമുകളും നിലവിലുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായിട്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എക്സിക്യൂട്ടീവ്
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഫീസ് നൽകി ചെയ്യണമെന്നില്ല. ബന്ധപ്പെട്ട കാർഷിക യന്ത്ര വിതരണ ഏജൻസികളെ സമീപിച്ചാൽ അവർ സൗജന്യമായി തന്നെ അപേക്ഷകൾ നൽകാനായിട്ട് നിങ്ങളെ സഹായിക്കും. കർഷകൻ്റെ സ്ഥലത്തിൻ്റെ നികുതി രസീത്, കരമടച്ച രസീത്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ, ഫോട്ടോ തുടങ്ങിയ രേഖകളാണ് ഇതിനായിട്ട് സമർപ്പിക്കേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആനുകൂല്യം 2026 ഫെബ്രുവരി മാസം മുതൽ തടസ്സമില്ലാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് അടിയന്തരമായി ചില നടപടികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും 60 വയസ്സ് തികയാത്ത വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളാണ് ഈ ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത്. ഇവർ തങ്ങളുടെ പുനർവിവാഹം നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുൻപിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇതിനായിട്ടുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ ജനുവരി മാസം 30-ാം തീയതിക്കുള്ളിൽ തന്നെ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി ചേർത്ത് സ്വന്തം ഗ്രാമപഞ്ചായത്തിലോ നഗരസഭയിലോ എത്തിച്ച് വിവരങ്ങൾ കൈമാറേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ രേഖകൾ ഹാജരാക്കാത്ത പക്ഷം ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ തുക നിങ്ങളുടെ അക്കൗണ്ടിലെത്തുന്നത് തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കാനായിട്ട് എല്ലാ ഗുണഭോക്താക്കളും എത്രയും വേഗം തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ 2019 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടതും നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വ്യക്തികളിൽ പലരും ഇതുവരെയായിട്ട് തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് കൃത്യമായി സമർപ്പിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന കാര്യത്തിൽ ചില ഇളവുകളൊക്കെ അനുവദിച്ചിരുന്നുവെങ്കിലും നിലവിൽ പെൻഷൻ തുടരുന്നതിന് ഈ രേഖകൾ അത്യന്താപേക്ഷിതമാണ്. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ കാര്യത്തിൽ പഞ്ചായത്ത് തലത്തിൽ തന്നെ പ്രത്യേക അറിയിപ്പുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഗുണഭോക്താക്കൾ വ്യക്തിപരമായി തന്നെ ഇക്കാര്യത്തിലൊന്ന് ജാഗ്രത പുലർത്തണം. നിങ്ങളുടെ പെൻഷൻ വിവരങ്ങൾ പരിശോധിക്കുന്നതിനായിട്ട് സർക്കാർ സജ്ജമാക്കിയിട്ടുള്ള സേവന പോർട്ടലിൽ നിങ്ങൾ സന്ദർശിക്കുക. അവിടെ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകളുടെ ഒരു പട്ടിക തന്നെ അവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും രേഖകൾ നൽകാൻ ബാക്കിയുണ്ടെന്ന് കാണുകയാണെങ്കിൽ അത് അടിയന്തരമായി തന്നെ സമർപ്പിക്കേണ്ടതാണ്. മറിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസിൽ രേഖകൾ ബാധകമല്ല, നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ലാതെ തന്നെ നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ്. തിങ്കളാഴ്ച ജനുവരി 12-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 155 രൂപ വർദ്ധിച്ച് 13,030 രൂപയിലും പവന് 1,240 രൂപ വർദ്ധിച്ച് 1,04,240 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.